ഹലോ, ഞാൻ പാർവതി, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് പല ക്ലയൻസും വന്ന് പറയുന്ന ഒരു കാര്യമാണ്. ഞാൻ അവരോട് ചോദിക്കും, നിങ്ങൾ വേറെ എവിടെയെങ്കിലും കൺസൾട്ടേഷന് പോയിട്ടുണ്ടോ? പലരും പല ഉത്തരമാണ് പറയണത്. പക്ഷെ മിക്ക ആൾക്കാരും പറയും പോയിട്ടില്ല, പോയിട്ടുണ്ട്, എന്തെങ്കിലും ഉത്തരം പറയും. അപ്പോൾ ഈ കപ്പിൾസ് ക്ലയൻസ് ആയിട്ട് വരുന്ന ആൾക്കാരിൽ മിക്കവാറും ഞാൻ കോമൺ ആയിട്ട് കേൾക്കണ ഒരു ഉത്തരമുണ്ട്, അതൊരിടത്തും പോയിട്ടില്ല ഡോക്ടറെ. അപ്പം ഞാൻ ചോദിക്കുക, അതെന്തേ? കാരണം ചോദിക്കാൻ കാരണമുണ്ടേ. 19 വർഷത്തെ പ്രശ്നമാണെന്നായിരിക്കും അവർ പറയണേ, അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ് 25 വർഷമായി. അപ്പം എന്നിട്ട് നമ്മളൊരു ഹെൽപ്പ് എടുത്തില്ല എങ്കിൽ നമുക്കൊരു കൗതുകം തോന്നുമല്ലോ. അപ്പം അവർ പറയണ ഉത്തരമാണ്, അത് ഇങ്ങോട്ട് സമ്മതിച്ചില്ല, അല്ലെങ്കിൽ ഇവളെത്രയാണ് പറഞ്ഞിട്ടാണെങ്കിലും ഒരു രീതിയിലും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ അവരോട് ചോദിക്കും, അന്ന് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് പൊക്കൂടായിരുന്നോ? അല്ലെങ്കിൽ ഹസ്ബൻഡിനോട് ചോദിക്കും, താങ്കൾക്ക് ഒറ്റയ്ക്ക് പൊക്കൂടായിരുന്നോ? അപ്പം അവരിങ്ങനെ അതിന് മാത്രം ആരും എനിക്കിതുവരെയായിട്ട് ഉത്തരം തന്നിട്ടില്ല. അപ്പം ഞാനിത് കാണുന്ന ആൾക്കാരോട് ക്ലിയർ ആയിട്ട് പറയണത് എന്താ വെച്ചാൽ, കൗൺസിലിംഗ്, സൈക്കോതെറപ്പി, എല്ലാ വിധത്തിലുള്ള മെൻ്റൽ ഹെൽത്ത് ക്ലിനിക്കൽ കൺസൾട്ടേഷൻസ് അല്ലെങ്കിലുമുള്ള കൺസൾട്ടേഷൻസും എസ്പെഷ്യലി മെൻ്റൽ ഹെൽത്തിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഏതൊരു തരം കൺസൾട്ടേഷനും ഫുള്ളി കോൺഫിഡൻഷ്യലാണ്. ഈ കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറയണത് എന്താ വെച്ചാൽ, ഒരാൾ വരുന്നതോ അയാൾ വന്നിട്ട് പറയണ കാര്യങ്ങളോ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്ത് തന്നെ ആകട്ടെ, അത് നമ്മൾ ഒരിക്കലും പുറത്തോട്ട് ആ ആളുടെ പെർമിഷൻ ഇല്ലാതെ ഡിസ്ക്ലോസ് ചെയ്യില്ല. ചില സമയത്ത് അയാളുടെ പെർമിഷൻ ഉണ്ട് എങ്കിലും ചില ക്ലിനിക്കൽ കേസുകളിൽ നമ്മൾ അങ്ങനെയാണെങ്കിൽ പോലും ഡിസ്ക്ലോസ് ചെയ്യില്ല. അപ്പോൾ ഒരു അഡൾട്ടിന് യാതൊരു ബൈസ്റ്റാൻഡറും ഇല്ലാതെ എസ്പെഷ്യലി ഒരു കപ്പിൾ കേസിൽ വരാനായിട്ടുള്ള റൈറ്റ് എപ്പോഴും ഉണ്ട്. പിന്നെ ഒരാൾ വരുമ്പോൾ കൂടെ ഒരു ബൈസ്റ്റാൻഡർ വേണോ ഇല്ലയോ എന്ന് നിശ്ചയിക്കണത് ഡെഫിനറ്റ്ലി ആ കൺസൾട്ടൻ്റ് ആണ്. ചില സാഹചര്യങ്ങളിൽ ഒരു ബൈസ്റ്റാൻഡർ ഇല്ല നമ്മൾക്ക് എടുക്കാൻ പറ്റില്ല, അത് ചില കേസസിൽ മാത്രം. പക്ഷേ ഹെൽപ്പ് സീക്ക് ചെയ്യാനായിട്ടുള്ള ആ ഒരു ഇനിഷ്യൽ സ്റ്റെപ്പിൽ രണ്ടുപേരും ഒരുമിച്ച് തന്നെ വരണം എന്നില്ല. കപ്പിൾ കേസിൽ ഒരുമിച്ച് വരുന്നത് തന്നെയാണ് ഗുണപരമായിട്ടുള്ളത്. ഇപ്പോൾ ഒരാൾ സമ്മതിക്കുന്നില്ല, ഒരാൾക്ക് ബുദ്ധിമുട്ടാണ് എന്ന് പറയുകയാണ്, പക്ഷെ മറ്റൊരാൾക്ക് റിലേഷൻഷിപ്പ് ഭയങ്കര സ്ട്രെയിൻഡ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ അത് ആ ചാപ്റ്റർ ക്ലോസ് ചെയ്യല്ല വേണ്ടത്. ഡെഫിനറ്റ്ലി നമ്മൾ ഒറ്റയ്ക്ക് പോയിട്ട് ഒരു കൺസൾട്ടേഷൻ എടുക്കുക, എന്നിട്ട് ഫർദർ ആയിട്ടുള്ള സ്റ്റെപ്സ് ഡിസൈഡ് ചെയ്യലാണ് വേണ്ടത്. ഓക്കെ, താങ്ക് യു.